എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ്? ഏപ്രിൽ മാസം ഏപ്രിൽ മാസം അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക്. ഈ 3 പയലില് നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പയൽ സെലക്ട് ചെയ്യുക. ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തതോടെ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളൊരു ജോബ് മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം അതിനൊക്കെയുള്ളൊരു ടൈമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പം എനിക്കൊരു നല്ല ടൈം, ഇപ്പം ചില ആൾക്കാർക്കൊക്കെ വളരെ മോശമായിട്ടുള്ള ടൈം മാറി നല്ലൊരു ടൈമിലേക്ക് നിങ്ങൾ മാറുന്നു എന്നത് കൂടി ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം വളരെ പോസിറ്റീവായിട്ടൊരു കാർഡാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വരുന്നതായിട്ടാണ് കാണുന്നത്. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഇതുവരെ എഫേർട്ടൊക്കെ എടുത്ത് പക്ഷെ അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തു പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഒന്നും വന്നിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ. അപ്പം നിങ്ങൾ എന്തൊക്കെയോ മാറാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ ആഗ്രഹിക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ തിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇന്നർ മൈൻഡിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് അതിനോട് നിങ്ങൾ മുമ്പോട്ട് പോവുക, അതുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്കൊരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറണം എന്നൊക്കെയുള്ളൊരു മനോഭാവത്തോടു കൂടിയുള്ളൊരു സമയമാണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയോ ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ പുതിയ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ടൈമായിട്ടാണ് ഈ ഏപ്രിൽ മാസം കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ സ്റ്റഡി ചെയ്യുക, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. ഫയൽ നമ്പർ 3 സെലക്ട് ചെയ്തവരെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. പക്ഷെങ്കിലും ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷനായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് പല കാര്യങ്ങളും. നിങ്ങൾ ഉറച്ചു നിൽക്കാനാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് അതിനുള്ള കഴിവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. ആ ഡൗട്ട് നിങ്ങൾ മാറ്റുക. കാരണം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഡൗട്ട് ഒഴിവാക്കി നിങ്ങൾ കറക്റ്റ് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകാനാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യം സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുമെന്നും. പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർ ചില ഉപദേശങ്ങളൊക്കെ തരും. പക്ഷെ നമ്മൾ എല്ലാ ഉപദേശത്തെയും ഒന്നും അവഗണിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പം ഉപദേശം തരുവാണെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്പം അതാണ് ഈ കാർഡ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ ഡൗട്ട് നിങ്ങൾ ഫസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തണമെന്ന്